ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലമായി കണ്ടിട്ട് ഞാനൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടേ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. കാണാം കേട്ടോ. ഞാൻ എന്താ അത് വിളമ്പിയപ്പോൾ ഇൻട്രോ അതിൻ്റെ കൂടെ എടുത്തോന്നേ ഉള്ളൂ കേട്ടോ. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ എന്തായാലും മാമ്പഴ പുളിശ്ശേരി ആട്ടോ ഉണ്ടാക്കണത്. ചിക്കുവിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് നാടൻ മാങ്ങ അവരുടെ വീടിനടുത്തുള്ള വീട്ടുകളിൽ നിന്ന് കിട്ടിയത്. അത് കൊണ്ടുവന്നിട്ട് 2 ദിവസമായി ഇത് ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. ഇപ്പം ആദ്യം എന്താ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ ഉള്ളൂ. അതിലൊന്നും ഇട്ടിട്ടൊന്നുമില്ല, തീയും കത്തിച്ചിട്ടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഇതിലേക്ക് സ്റ്റൗ കത്തിക്കുന്നത് കേട്ടോ. ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതവിടെ കിടന്ന് ചൂടായി വരട്ടെ. കറിക്ക് ആവശ്യമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി ഇട്ട് നമ്മുടെ കൂട്ടാനും ആവശ്യത്തിനുള്ളൊരു കളറിനുള്ള മുളക് പൊടി, ഉപ്പ്, മാങ്ങ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ 2 കറിവേപ്പില, ഒരു 4 പച്ചമുളക് കീറിയിടുക കേട്ടോ. അതിലേക്ക് എന്താ വെള്ളം അവിടെ നിന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് നമുക്ക് മാമ്പഴത്തിൻ്റെ തോല് ഉരിഞ്ഞിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. വെള്ളം ചൂടായി വരുമ്പോൾ വെള്ളം പോരെങ്കിൽ നമുക്ക് മാങ്ങ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കി ഒഴിക്കുക. അതിൽ കിടന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് മാങ്ങയൊന്ന് തോല് കളഞ്ഞെടുക്കാം. ഞാൻ ഈ വെള്ളം ഒന്ന് കളയട്ടെ. മാങ്ങ ഇങ്ങനെ കഴുകിയൊക്കെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ തോല് കളഞ്ഞ് നമ്മളിങ്ങനെ, ഓ എന്തൊരു വാസനയാടാ. ചെറുതാട്ടോ, നല്ല മധുരമാണ്. ചെറിയ മാങ്ങയാണ്. നമ്മളതങ്ങനെ തോല് കളഞ്ഞ് അങ്ങനെ അവിടെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ട് വെള്ളം നല്ല തിളച്ച് ഇതാവുകയാണ്. ഞാൻ തീ കുറച്ചു. അതിലേക്ക് നമ്മുടെ മാങ്ങ പെറുക്കി ഇട്ട് കൊടുക്കുകയാണ്. അതിൽ കിടന്ന് ഈ എരിയും പുളിയൊക്കെ പിടിക്കട്ടെ. പിടിച്ച് നല്ല ഇതായി വരും. ഞാൻ ഇപ്പം അടച്ച് വയ്ക്കാൻ പോവുകയാണ്. ഇതൊന്നിങ്ങനെ അടച്ച് വയ്ക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ശർക്കര കഷ്ണം കൂടെ തീ കുറച്ചുകൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. നല്ല ആളിച്ച് തീയല്ല, എന്നാൽ തീരെ കുറച്ചുമല്ല, അങ്ങനത്തെ ഒരു തീയാണ്. അതവിടെ കിടന്ന് വെന്ത് വരണം. ഇതിലേക്ക് നമുക്കൊരു ശർക്കര പൊട്ട് കൂടെ ഇട്ട് കൊടുക്കണം. ഇവിടെ ഒരു പൊട്ട് ശർക്കര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മധുരമൊക്കെ അവരവരുടെ ഒരു ഇതുപോലെ ചേർക്കണം. അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് അതിൽ കിടന്നിട്ട് ഇങ്ങനെ അതൊന്ന് അലുത്തുനിന്ന് വെന്ത് വരട്ടെ കേട്ടോ. കൂടുതലിട്ടിങ്ങനെ ഇളക്കുകയൊന്നും വേണ്ട. എന്താ, ഞാൻ കുറച്ച് നാളികേരം ഇതിലേക്ക് നമ്മൾ അരച്ചെടുക്കണം. പരമൊരു നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജീരകം ചേർത്ത് അരക്കുകയാണ് കേട്ടോ. വേറെ സാധനങ്ങളൊന്നും ഞാൻ ചേർക്കണില്ല. പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നവരുണ്ട്, ഞാൻ ചേർക്കണില്ല. 2-4 മണിക്ക് പിന്നെ കുരുമുളകും കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് പൊടി ആയതുകൊണ്ട് ഞാൻ അരയ്ക്കുമ്പോൾ പൊടിയാണ് ഇടുക. നല്ല പട്ട് പോലെ അരച്ചെടുക്കണം കേട്ടോ, നല്ല മിനുക്കനെ. 4 മണി കുരുമുളകും ജീരകവും നാളികേരവും മാത്രം കേട്ടോ. നമ്മളിതാ തുറന്ന് ഇത് നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നാളികേരം അരച്ചതിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് കിടന്ന് അതിനകത്ത് യോജിച്ച് വരട്ടെ. അരപ്പ് നമ്മൾ ചേർത്തു. ഞാൻ വീണ്ടും അതവിടെ അടച്ച് വയ്ക്കുകയാണ്. അത് വീണ്ടും അതുമായിട്ടൊന്ന് യോജിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കുക. അത് നന്നായിട്ട് തിളച്ച് കിടക്കുകയാണ്. ഞാൻ ഇതിൻ്റെ തീ ഓഫ് ചെയ്യുകയാണ് കേട്ടോ. തീ ഓഫ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഞാൻ തൈര് അടിച്ചതല്ല, ഉടച്ച് വെച്ചിരിക്കുക കേട്ടോ. ഇവിടെ നന്നായിട്ട് അങ്ങോട്ട് പിന്നെ കുറുകിയ ടൈപ്പ് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു ലൂസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതിന് ആ ചൂടിൽ തന്നെ അതങ്ങോട്ട് ചൂടാവും. തീ ഞാൻ കെടുത്തിയതാണ്. ആ തിളച്ച അരപ്പിൻ്റെ ചൂട് മതി ഇത് ചൂടാവാൻ. ഇതിന് നമുക്ക് കടുക് വറുത്തിടാം കേട്ടോ. നമ്മൾ കടുക് വറുക്കാനുള്ളത് വെച്ചിരിക്കുകയാണ്. നമ്മൾ നെയ്ക്കാത്താട്ടോ കടുക് വറുക്കണത്. നെയ്യ് നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ കുറച്ച് ഉലുവ ഇട്ടിട്ടാണ് കേട്ടോ കടുക് വറുക്കണത്. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കടുക്, കറിവേപ്പില,
വറ്റൽമുളക്, അതിങ്ങനെ ഒഴിക്കുകയാണ് അതിലേക്ക്. നമ്മളത് അവിടെ അടച്ച് വെക്കുക, അവിടെ ഇരുന്നിട്ട് സെറ്റാവട്ടെ. ഞങ്ങൾക്ക് കിളിമീൻ കറിയും മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്നത്തെ ഞങ്ങളുടെ മെനു. തോരനൊന്നും ഞാൻ വെച്ചിട്ടില്ല. അപ്പം കിളിമീൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, പുതിയാപ്പിളക്കോര എന്നൊക്കെ പറയുന്ന മീനാണ്. ഇവിടെ കറി ഞങ്ങൾ വിളമ്പാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു ഇത്രയും ലൂസിലാണുള്ളത്, കാരണം ഇവിടെ ഇതിലേറെ കുറുക്കിയിട്ട് വേണ്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറുക്കിയതാണ്. എനിക്ക് ഇത്തിരി കൂടെ കുറുകിയിരിക്കണ ഇഷ്ടം, ഇവർക്കൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കുറുക്കിയില്ല.